സ്പെയിൻ അർജന്റീനയെ ചാരമാക്കുന്നുണ്ട്. ഫിനിക്സ് പക്ഷിയാകാൻ പോലും ഒന്നനുവദിക്കാതെ അമേരിക്കയിലിട്ട് തീർത്ത് കളഞ്ഞു. 2010 ആവർത്തനം. ഒരിക്കൽ കൂടി സ്പെയിൻ ലോകത്തിന് മുമ്പിൽ ലോകകിരീടം ചൂടി. അവർക്ക് എതിർ ക്ലെയിമുകളൊന്നുമില്ല. ഈ ആധുനിക ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമും മികച്ച താരങ്ങളുടെ പവർ ഹൗസും അതും സ്പെയിൻ തന്നെയാണ്. എന്നാൽ നമ്മൾ കണ്ട മറ്റൊരു സ്പെയിൻ കൂടിയുണ്ട്. അവരുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം, ഗോൾഡൻ ജനറേഷൻ. അതാണ് അങ്ങ് ഗാലറിയിൽ നമ്മൾ അന്ന് കണ്ടത്. അതൊരു ഒന്നൊന്നര ടീമായിരുന്നു. യൂറോ കപ്പും വേൾഡ് കപ്പും അടിച്ച് അജയ്യരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാലഘട്ടം. തങ്ങളെ തീർക്കാൻ ശേഷിയുള്ള പ്രൊഫൈലുകൾ ഉണ്ടോ എന്ന് പോലും പറയാതെ പറഞ്ഞു വെച്ച സ്പെയിൻ യുഗം. എന്നാൽ ഇവന്മാരെയെല്ലാം പച്ചയ്ക്ക് കത്തിച്ച് നിൽക്കുന്ന മറ്റൊരു പ്രൊഫൈലുണ്ട്. നിങ്ങളെല്ലാവരും പലപ്പോഴും പരിഹസിക്കാറുള്ള ഒരുവൻ. അവന് മുന്നിൽ ചത്തുലഞ്ഞ മനസ്സോടെ തീർന്നു പോയൊരു സ്പെയിൻ യുഗമുണ്ട്. അത് കണ്ടവർക്ക് അവൻ്റെ പ്രൊഫൈലും പ്രീവിയസ് ഹിസ്റ്ററിയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതിലേക്ക് ചുമ്മാ ഒന്ന് കയറിക്കെടുക്കണം. അവിടെ സർവ്വതും തീർത്ത് കളയാൻ ശേഷിയുള്ള ഒരു സാമ്പാ നർത്തകനെ കാണാം. അത് ഞങ്ങളുടെ നെയ്മർ ജൂനിയർ. 2013 കോൺഫെഡറേഷൻ കപ്പിൽ ഉറുഗ്വേയെ തോൽപ്പിച്ച ബ്രസീൽ നേരിടാൻ പോകുന്നത് സ്പെയിനായിരുന്നു. സാബി, ഇനിയസ്റ്റ, വിയ, പുയോൾ, റാമോസ് അങ്ങനെ തുടങ്ങുന്ന അജയ്യരുടെ സംഘം. മീഡിയകളെന്ന് വിധിയെഴുതിയത് ബ്രസീലിൻ്റെ പരാജയമെന്നായിരുന്നു. സ്പെയിൻ വീണ്ടും ലോകത്തോട് തങ്ങൾ തന്നെയാണ് ഇതിൻ്റെ രാജാക്കന്മാരെന്ന് വിളിച്ചു പറയുമെന്ന് ഏറെ ഉറപ്പെന്ന്. പക്ഷേ അവിടെ അവർക്കൊരു വെല്ലുവിളിയായി ഒരാളുണ്ടായിരുന്നു. ആ കഥ ഞാൻ പറയാം. മറുപുറത്ത് കാളക്കൂറ്റന്മാരുടെ നാട്ടുകാർ ഒരുക്കം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. കസിയാസും പിക്കയും റാമോസും ജോഡി ആൽബയും ബുസ്കറ്റ്സും സാബിയും മിന്നാസ്റ്റിയും പെഡ്രോയും ടോറസും അടങ്ങുന്ന അജയ്യരുടെ സ്പാനിഷ് പട റിയോ ഡി ജനീറോയിൽ ഫൈനൽ മത്സരത്തിനായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. മറുവശത്താകട്ടെ സീസറും ഡാനി ആൽവസും തിയാഗോ സിൽവയും ഡേവിഡ് ലൂയിസും മാർസോലയും പോളിനെയും ഗുസ്താവയും ഓസ്കറും ഹൾക്കും ഫ്രെഡും നെയ്മറും അടങ്ങുന്ന മഞ്ഞപ്പട. അതെ, ഇതൊരു ചരിത്രാംഗമാകും. സ്പെയിനാണ് മറക്കാനയിൽ വാഴുന്നതെങ്കിൽ ചരിത്രാവർത്തനത്തിൻ്റെ കഥ ഈ ഫുട്ബോൾ ലോകത്ത് വീണ്ടും വീണ്ടും മലയടിക്കും. മറിച്ചാണെങ്കിലോ സ്പാനിഷ് യുഗം ഇവിടെ ഇന്ന് മറക്കാനയിൽ അവസാനിക്കും. It is the hosts against the world champions. No more thrilling prospect in international football than Brazil versus Spain. No more glittering arena than the Maracanã, Rio. അങ്ങനെ ആ മത്സരം റിയോ ഡി ജനീറോയിൽ 73,000 വരുന്ന കാണികളെ സാക്ഷിയാക്കി ആരംഭിക്കുന്നുണ്ട്. നെതർലാൻഡ് റഫറി ബോൺ കൂപ്പേഴ്സിൻ്റെ വിസിൽ മുഴങ്ങി മിനിറ്റ് സൂചി 2-ാം മിനിറ്റിലേക്ക് സഞ്ചാരപഥം പൂർത്തിയാക്കും മുൻപ് തന്നെ ഫ്രെഡ് സ്പാനിഷ് പ്രതീക്ഷയുടെ മുകളിൽ ആദ്യ വെടി പൊട്ടിക്കുന്നു. സ്പാനിഷ് ബോക്സിലേക്ക് ഉയർന്നു വന്ന ബ്രസീൽ ക്രോസ് സൃഷ്ടിക്കുന്ന കൊളൂഷനൊടുവിൽ നെയ്മറിന്റെ ദേഹത്ത് തട്ടുന്നുണ്ട്. തുടർന്ന് ഡിഫ്ലക്റ്റ് ആകുന്ന പന്തിനെ ഫ്രെഡ് വീണ് കിടന്നുകൊണ്ട് ഗോളിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. ഒരു നിമിഷം കസിയാസും കൂട്ടരും നിശ്ചലമായി പോയ നിമിഷം. റിയോ ഡി ജനീറോയിലെ ഇളകിമറിയുന്ന മഞ്ഞക്കടൽ ആരവങ്ങളിലേക്ക് ബ്രസീലും സംഘവും ഓടിക്കയറുന്നത് കാണാം. ബ്രസീൽ ആരാധകർ അവരുടെ പേരുവച്ച് പൊട്ടിത്തെറിക്കുന്നത് കാണാം. ശേഷം സ്പെയിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. മധ്യനിരയിൽ കളിമനഞ്ഞുകൊണ്ട് കളിയിലേക്ക് തിരിച്ചു വരാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് പരിധി ഉണ്ടായിരുന്നേയില്ല. പക്ഷേ സർവ്വതും നിയന്ത്രണത്തിലാക്കിയ സ്പാനിയോളിന് പക്ഷേ എതിർ ടീമിലെ 10-ാം നമ്പറുകാരൻ നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ കാലുകളെ പിടിച്ചു കെട്ടുവാൻ അണിയറയിലും കളിക്കകത്തും സ്പെയിന് പുതിയ പദ്ധതികൾ തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നിരുന്നു. എങ്കിലും ആ പദ്ധതികളെയെല്ലാം പലവട്ടം കീറി മുറിച്ചെറിയുന്നുണ്ട് അയാൾ. ആക്രമണവും പ്രത്യാക്രമണവും കണ്ട ആ നിലത്തിൽ പച്ചപ്പുല്ലുകൾക്ക് തീ പിടിക്കുന്നുണ്ടായിരുന്നു. മറക്കാനുള്ള അന്തരീക്ഷത്തിലും ആ ചൂടിൻ്റെ ഊഷ്മാവ് തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഫുട്ബോളിൽ പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. തങ്ങളുടെ കളി കൊണ്ട്, മികവ് കൊണ്ട് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ സാധിക്കുമെന്ന മികച്ചവരുടെ വിശ്വാസ പ്രമാണങ്ങൾ തകർന്നടിയുന്ന കാഴ്ചകൾ അതന്ന് റിയോ ഡി ജനീറോയിലും സംഭവിക്കുന്നുണ്ട്.
സ്പാനിഷിൻ്റെ 6 യാർഡിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരുന്ന ബ്രസീലിൻ്റെ മുന്നേറ്റക്കാരുടെ കാലിനിടയിൽ കുരുത്തിരുന്ന അഡിഡാസ് കഫൂസ പന്ത് ബോക്സിൻ്റെ ഇടത് സൈഡിൽ വെയിറ്റ് ചെയ്തിരുന്ന നെയ്മറിൻ്റെ ഇടത് കാലിലേക്ക് നിയോഗം പോലെ വന്നു ചേരുന്നുണ്ട്. പിന്നീട് ഇരകളെ ഉന്നം വെച്ച് തീർക്കുന്ന ഒരു വേട്ടക്കാരൻ്റെ തോക്കിൽ നിന്ന് മുതിർക്കുന്ന വെടികൊണ്ട കണക്കെ അയാൾ ആ പന്തിനെ ഇടംകാല് കൊണ്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. ആ ഗോൾ ചെന്ന് പതിക്കുന്നത് സ്പെയിൻ്റെ ആരാധകരുടെ ആഘോഷങ്ങൾക്കും പ്രതീക്ഷകൾക്കും നടുവിലേക്കായിരുന്നു. കാസിയാസ് കരിയറിൽ അന്നോളം മാർജിച്ച ആത്മവിശ്വാസത്തിൻ്റെ അന്ത്യത്തിലേക്കായിരുന്നു. അതുവരെ ഫുട്ബോൾ ലോകം കാൽ കീഴിൽ വെച്ച് ഭരിച്ചിരുന്നവർക്ക് മുന്നിൽ, അടുത്ത കാലത്തൊന്നും പരാജയഭയം എന്താണെന്ന് അറിയാത്തവർക്ക് മുന്നിൽ ഒരു 21കാരൻ അവതരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അവശേഷിച്ച ആത്മാവിനെയും ആത്മവിശ്വാസത്തെയും നിഷ്ഠൂരം മരണത്തിലേക്ക് അയക്കുന്നു. വിജയങ്ങൾ മാത്രം കണി കണ്ടുണർന്നിരുന്ന സ്പാനിഷ് ആരാധകർക്ക് മുന്നിൽ, സ്പാനികളുടെ മുന്നിൽ അവരുടെ യഥാർത്ഥ മരണദൈവത്തിൻ്റെ നാമം റിയോ ഡി ജനീരിയോയുടെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. ബൗണ്ടറി പലകൾക്കപ്പുറം മഞ്ഞക്കടൽ കണക്കെ ഇളകി മറയുന്ന ബ്രസീൽ ആരാധകരുടെ ആരവങ്ങൾക്കിടയിലേക്ക് അതിൻ്റെ കാരണക്കാരനായവൻ ഓടി അടുക്കുന്ന കാഴ്ചയുണ്ട്. Then just enjoy the commentary. മത്സരത്തിൻ്റെ 48-ാം മിനിറ്റിൽ നെയ്മറിൻ്റെ ബാക്ക് ഫ്ലിപ്പിൽ ഫ്രെഡ് കഥയുടെ വിധി എഴുതുമ്പോൾ സ്പാനിഷ് ഇതിഹാസങ്ങളും ചരിത്രങ്ങളുമെല്ലാം കെട്ടുകഥയെന്നോണം പരിഹാസമാകുന്നുണ്ട്. അജയരുടെ ചരിത്രങ്ങളെല്ലാം മറവിലേക്ക് യാത്രയാകുന്നുണ്ട്. തീർപ്പ് കൽപ്പിക്കുവാൻ ഇടനിലക്കാരനായി നിന്നും നെയ്മർ സ്പാനികളുടെ കഥ കൽപ്പിക്കുമ്പോൾ അവരുടെ കണ്ണീർ വീണ് അതിനോടകം തന്നെ ആ സ്റ്റേഡിയം നനഞ്ഞു കഴിഞ്ഞിരുന്നു. രണ്ടാം പകുതിയിൽ തിരിച്ചു വരാൻ സ്പെയിൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അതേ ടിക്കിടാക്ക് കൊണ്ട് ബ്രസീൽ സ്പെയിനെ തളർത്തുന്ന ചില കാഴ്ചകളുണ്ടായിരുന്നു. കൂടാതെ അയാളുടെ ഷോബൂട്ടുകൾ സ്പെയിൻ താരങ്ങളുടെ രോമങ്ങൾക്കിടയിൽ വറ്റാത്ത വിയർപ്പ് സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. 10-ൽ കൂടുതൽ തവണ അവർക്ക് അയാളെ ഫൗൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അയാളുടെ സ്കില്ലുകളിൽപ്പെട്ട് ആടി ഉലയേണ്ടി വരുന്നുണ്ട്. സാമ്പാ നൃത്തത്തിൽ തളർന്നു വീഴേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒടുവിലെ അന്ത്യത്തിൽ സ്പെയിൻ്റെ രക്തം പൊടിഞ്ഞു വീണ റിയോ ഡി ജനീറിയിൽ ബ്രസീൽ വിജയിക്കുന്നുണ്ട്. അജയരുടെ കഥ പാടി വന്നവർ നെയ്മർ എന്ന ഒരു 21കാരൻ യുവത്വത്തിൻ്റെ മുന്നിൽ അവസാനിക്കുന്നു. ചുട്ടുപൊള്ളുന്ന അയാളുടെ ആത്മപീഡയിൽ സ്പെയിൻ ആരാധകർ അയാളെ ദർശിക്കുന്നുണ്ട്. അത് ഞങ്ങളെ തീർക്കാൻ ഒരുവൻ ഭാവിയിൽ അവതരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇന്നിതാ അവൻ ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് അവൻ അവരുടെ സ്വപ്നങ്ങളെ നിറവേറ്റാൻ വന്നവനാണ്. അവരുടെ ജോഗോ ബൊണിറ്റയ്ക്ക് പുനർജന്മം സമ്മാനിച്ചവരാണ്. ചരിത്രം തിരുത്തുവാൻ അവതരിച്ചവരാണ്. തണുത്തുറച്ച റിയോ ഡി ജനീരിയിലെ അന്തരീക്ഷം അയാളുടെ ചൂടേറ്റ് ഉരുകിയൊലിക്കുന്നത് കാണാം. അയാളിലെ പ്രഹരമേറ്റ് ഒഴുകുന്ന ഊഷ്മാവ് ഓരോ സ്പെയിൻ കളിക്കാരനെയും ആരാധകൻ്റെയും ദേഹമാസനം വിയർപ്പ് ഒഴുക്കുന്നുണ്ട്. പീക്കയും ഇനിയാസ്റ്റിയും മരയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ആ നിമിഷത്തെ നിസ്സഹരായി നോക്കി നിൽക്കുന്നുണ്ട്. സ്പാനിഷ് ആരാധകരുടെ ഹൃദയമെടുപ്പ് മരവിക്കുന്നുണ്ട്. എണ്ണം പറഞ്ഞ സ്പെയിൻ്റെ പ്രതിരോധ കോട്ടയിലെ പ്രതിരോധക്കാർ അതിൻ്റെ തരിപ്പിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. അതെ, ഒരു 21കാരൻ പയ്യൻ തങ്ങളുടെ കഥ കഴിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം സ്പെയിൻ വേദനയോടെ ഒന്ന് മനസ്സിലാക്കുകയാണ്. മറക്കാനെങ്കിൽ ബ്രസീൽ കിരീടമണിയുമ്പോൾ 4 ഗോളുകളും 3 അസിസ്റ്റും നേടിക്കൊണ്ട് ആ ടൂർണമെൻറ്റിലെ മികച്ച താരത്തിലുള്ള ഗോൾഡൻ ബോൾ അയാൾ സ്വന്തമാക്കുന്നുണ്ട്. ഇനിയാസ്റ്റും സാവിയും ബുസ്കറ്റുമെല്ലാം നടനമാടുന്ന നിറഞ്ഞാടുന്ന കാലഘട്ടത്തിലാണ് ഈ മഹത്തരമായ നേട്ടമെന്ന് ഓർക്കേണ്ടതുണ്ട്. നെയ്മർ ആരാണെന്നും എന്താണെന്നും ചോദിക്കുന്നവർ ആ യുഗത്തിലേക്ക് ചുമ്മാ ചെന്നൊന്ന് കയറിക്കൊടുക്കണം. ഇന്നും പലരുടെയും ഉറക്കം കളയുന്ന നിരങ്ങൾ സമ്മാനിച്ച ഒരു നെയ്മർ യുഗം അവിടെ നടനമാടുന്നത് കാണാം. ആ ബ്രസീൽ കൂട്ടം പുതിയ ചരിത്രം കെട്ടിപ്പൊക്കുമെന്നതിൽ ആർക്കുമെന്ന് സംശയമുണ്ടായിരുന്നില്ല. മുന്നിൽ അയാളുണ്ടെങ്കിൽ പിന്നെ സർവ്വസീമകളെയും ലംഘിച്ച് സർവ്വനിയമങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് ലോക ഫുട്ബോളിനെ ബ്രസീലിന് ചുറ്റും മാത്രമായി ഭ്രമണം ചെയ്യിക്കുവാൻ അയാൾക്കും ആ സംഘത്തിനും കഴിയുമായിരുന്നു.
ഡിനോയും കക്കയും റോബിനെയുമെല്ലാം ബാക്കി വെച്ച ആ സ്ഥലത്തു നിന്നും ഒരു പയ്യൻ തുടങ്ങി വെച്ചത് ഒരു ചെറിയ വിപ്ലവമായിരുന്നില്ല. ആ കഥ പിന്നീടുള്ള കാലങ്ങളിൽ പലരുടെയും ഉറക്കം കളയുകയും ചരിത്രങ്ങൾ തിരുത്തുകയും ഇതിഹാസങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുവാൻ ശേഷിയുള്ളതായിരുന്നു. പക്ഷേ നിർഭാഗ്യം അയാളുടെ നിയോഗത്തിൻ്റെ നട്ടെല്ലൊടിക്കുകയായിരുന്നു. 2014 വേൾഡ് കപ്പിൽ നെയ്മർ അവസാനിക്കുന്ന ചിത്രം വരെ കാര്യങ്ങൾ ബ്രസീലിനൊപ്പം തന്നെയായിരുന്നു. ബ്രസീലിനെതിരെ ഒരു മത്സരം വിജയിക്കുക എന്നത് എതിരാളിയെ അപേക്ഷിച്ച് വളരെ പ്രയാസവുമായിരുന്നു. ജർമ്മനിക്ക് മുന്നിലൊടുവിൽ സ്വന്തം രാജ്യത്ത് 7 എണ്ണം കിട്ടിക്കൊണ്ട് നാണം കെട്ട് മടങ്ങുമ്പോൾ ഓരോ ആരാധകൻ്റെ മനസ്സിലും ആ ചിന്ത മാത്രമായിരുന്നു മന്ത്രിച്ചത്. അതെ, അവനുണ്ടായിരുന്നുവെങ്കിലെന്ന്. ഇന്ന് പലരും അതിനെ പരിഹസിക്കുന്നത് കാണാം. പക്ഷേ അതായിരുന്നു യാഥാർത്ഥ്യം. കാരണം ജോക്കിലൂമിൻ്റെ ജർമ്മൻ പദ്ധതികളെപ്പോലും കീറിമുറിച്ചെറിയുവാൻ ശേഷിയുള്ള കാലുകൾക്കുടമയായിരുന്നു നെയ്മർ. കൊളംബിയൻ ക്രൂരതയ്ക്ക് ശേഷം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തിരിച്ചു വന്ന ഓരോ വേദികളിലെല്ലാം നിസ്സഹനായി നിൽക്കേണ്ടി വന്ന ഓരോ നെയ്മർ കാഴ്ചകളിലും ആ കഥ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. നിരായുധനായി അയാൾക്ക് നിൽക്കേണ്ടി വന്ന ആ ഓർമ്മകളെ അയാളും നിരന്തരം പഴിക്കുന്നുണ്ടാകണം. പിന്നീടും ബ്രസീൽ മണ്ണ് പല ഇതിഹാസങ്ങൾക്കും ജന്മം നൽകി. പക്ഷേ അവരിലൊന്നും മറ്റൊരു ഗരീഞ്ചിയോ പെലയോ റൊണാൾഡോയോ റിവാൾഡോയോ ഡീനോയോ കക്കയോ എന്തിന് മറ്റൊരു നെയ്മർ പോലും പിന്നീട് പിറവി കൊണ്ടില്ല. ആ പാരമ്പര്യത്തിൻ്റെ അവസാന കണ്ണിയായി അയാൾ മാത്രം ഒതുങ്ങുകയാണ്. നെയ്മറില്ലാത്ത ബ്രസീൽ യുഗത്തിന് പുതിയൊരു തറക്കല്ലിടുവാൻ സാധിക്കുമോ എന്ന് പോലും ഇന്നുറപ്പില്ല. അതുകൊണ്ട് തന്നെ പരിക്കിൽ കുതിർന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്ന അയാളിൽ മാത്രം വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് ബ്രസീൽ ജനതയും അവരുടെ ആരാധകരും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു വട്ടം കൂടി അയാൾക്ക് ശ്രമിച്ചേ മതിയാകൂ. ഈ ആധുനിക ഫുട്ബോൾ യുഗത്തിൽ ആ പഴയ നെയ്മർ ഒരിക്കൽ കൂടി പുനർജനിച്ചേ മതിയാകൂ. റൊണാൾഡോയും മെസ്സിയുമെല്ലാം അടക്കി വാഴുന്ന യുഗത്തിൽ അയാൾക്കായി ഒരു മേൽവ്യാസം ഉണ്ടാകണമെങ്കിൽ അതിനൊരു ചെങ്കോലോ കിരീടമോ അത്യാവശ്യമാണ്. പഴയ നെയ്മർ എന്നത് സ്വപ്നമാണെന്ന് തലച്ചോറിനറിയാം. എങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഹൃദയം വെട്ടി ഞങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും തലയുയർത്തി നിൽക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്കും അപ്പുറം മക്കളോടും എൻ്റെ കൊച്ചുമക്കളോടും എനിക്കത് പറയാനാകണം. വിധി തകർത്ത കാലുകൊണ്ട് ലോകം കീഴടക്കിയ ആ സുൽത്താൻ്റെ കഥ, എൻ്റെ നെയ്മർ ജൂനിയറിൻ്റെ കഥ. One of the kings of football, and he made that decision to leave Barcelona, go to Paris Saint-Germain, to be the number one in the world. C'est pas le top 5 mondial, Neymar, c'est le top 3 avec Ronaldo, avec Messi. He will win. He's a winner, and I enjoy see him playing. Un jugador como él es único y podría jugar donde quisiera. No doubt that he's one of the best players we have in Brazil. Neymar is one of the best players in the world. El jugador encanta todo el planeta del fútbol, porque es una